ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ അടുത്തൊരാഴ്ചത്തെ കഥയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന്. അങ്ങനെ അടുത്തൊരാഴ്ചത്തെ കഥയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അടുത്ത ആഴ്ച ഈ കഥയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണ സമയത്ത് നമ്മുടെ ഗൗരി ആ കൂട്ടുകാരെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പക്ഷേ ഗൗരി അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗൗരി എങ്ങനെ ഈ കൂട്ടുകാർ വീട്ടിൽ വന്നാൽ പോലും എങ്ങനെ ഇവരെ കണ്ടെത്തും? മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് ഈ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൗരി ഇവർ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയാണ്. ഗൗരിയെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നതിൽ എന്താണ്, ഗൗരിയെ കൊല്ലാനായിട്ട് ഇവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഗൗരി രക്ഷപ്പെടുന്നത് എന്നൊക്കെ അറിയണ്ടേ. നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശേഖരനും പിന്നെ ശേഖരൻ്റെ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യും. ശേഖരൻ്റെ അമ്മയും ശേഖരനും മാത്രമല്ല, വേലക്കാരിയും ഉണ്ട് കേട്ടോ. വേലക്കാരിയും ഇതിൻ്റെ ഒരു പ്രധാന കണ്ണിയാണ്. വേലക്കാരിയും കൂടി ഇവരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശേഖരൻ തന്നെയാണ് കുറേ പെട്രോളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. കുറേ പെട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അടുക്കളയിലേക്ക് ഇവിടെ വരുത്തണം. അതായത് നമ്മുടെ ഗൗരി അടുക്കളയിൽ വരുത്തി കുറേ പെട്രോൾ അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചിടും അടുക്കളയിൽ. അങ്ങനെ ഒഴിച്ചിട്ടിട്ട് ഇവൾക്ക് തീ കൊളുത്തി ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചുട്ടി ചാമ്പലാക്കാൻ, ചരിത്രം ആവർത്തിക്കാൻ. ഇവരുടെ ചാരങ്ങാട്ട് കുടുംബത്തിൽ ഇതിനു മുമ്പും ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വേറൊരു വീഡിയോയ്ക്കകത്ത്, വേറൊരു എപ്പിസോഡിനകത്ത് ഇവരിങ്ങനെ പറയുന്നത്, പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 4 പാത്രത്തിൽ 4 മൂലയ്ക്കായിട്ട് അടുക്കളയിൽ പെട്രോൾ എടുത്ത് വയ്ക്കും. അതുകൂടാതെ ഇവർ ജോലി ചെയ്യാനായിട്ട് സ്റ്റൗവിൻ്റെ തൊട്ട് താഴെ ഒരു മാറ്റ് എടുത്ത് വെക്കും. മാറ്റിൽ കുറേ പെട്രോൾ ഒഴിക്കും. എന്നിട്ട് ഈ മാറ്റിൽ നിന്ന് ഒരു വള്ളി പതുക്കെ ഒരു തുണി പോലത്തെ ഒരു സംഭവം പുറത്തേക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ടിരിക്കും. അതിലൂടെ കത്തിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ അതിലൂടെ കൊളുത്തി കയറി, പെട്രോൾ മുക്കിയൊരു തുണിയാണ്. അപ്പോൾ തീ കൊളുത്തി കയറി അവൾ നിൽക്കുന്ന മാറ്റയിലേക്ക് പിടിക്കും. എന്നിട്ട് അവൾ വെപ്രാളത്തിനിടയ്ക്ക് അങ്ങോട്ട് നീക്കിയാലും ഇങ്ങോട്ട് നീങ്ങിയാലും ഏത് വഴിക്ക് നീങ്ങിയാലും പെട്രോളിലേക്ക് ചെന്ന് വീഴുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കമലയെ പോയി പതുക്കെ തുറന്നു വിടും. കമലയെ പോയി തുറന്നു വിട്ടിട്ട് നമ്മുടെ ഈ രാധാമണി തങ്കച്ചി തന്നെയാണ് കമലയെ തുറന്നു വിടാനായിട്ട് പോകുന്നത്. അങ്ങനെ കമലയെ തുറന്നു വിട്ട് കഴിയുമ്പോഴേക്കും രാധാമണി തങ്കച്ചി കമലയോട് പറയും, എന്തായാലും നീ പ്രഗ്നൻ്റൊക്കെ അല്ലേ, വെറുതെ നിന്നെ പൂട്ടിയിട്ടത് ശരിയായില്ല. അവൻ്റെ ദേഷ്യം നിനക്കറിയാലോ. പിന്നെ ഞാനിപ്പം അവളെ ഞാൻ ചെന്ന് തുറന്നു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആവൂലേ. അതുകൊണ്ട് നീ ചെന്ന് തുറന്നു വിടുക, ഞാൻ തോറ്റുപോലെ അവളുടെ മുമ്പിൽ. അതുകൊണ്ട് നീ ചെന്ന് അവളെ തുറന്നു വിടുന്നിട്ട് രണ്ടുപേരും കൂടെ വല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. നീ ആഹാരമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, അവളോട് ഉണ്ടാക്കി തരാൻ പറ വല്ലതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധാമണി തങ്കച്ചി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കമല എന്നിട്ട് റൂം തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചി എന്തിനാ റൂം തുറന്നത്? ചേച്ചി റൂം തുറന്നത് കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് ദേഷ്യമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അമ്മയ്ക്കൊക്കെ ദേഷ്യമാവില്ലേ, അതുകൊണ്ട് വേണ്ട ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് വല്ല ആഹാരം ഉണ്ടാക്കി കഴിക്കും. അപ്പോഴേക്കും നമ്മുടെ ഗൗരിക്കും ആകെ സങ്കടമാവും. ചേച്ചി ഒന്നും കഴിച്ചില്ല അല്ലേ, കമലയിടത്തി ഒന്നും കഴിച്ചില്ല അല്ലേ, ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശേഖരനും രാധാമണി തങ്കച്ചിയൊക്കെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ്. ഇവൾ അടുക്കളയിലേക്ക് ചെന്ന് പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവളെ കൊല്ലാനായിട്ട്. ഇതേ സമയം ഇവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ആദർശും വേണിയും അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശും വേണിയും വന്നതോടുകൂടി ഇവരുടെ പ്ലാൻ പൊട്ടി പാളീസായിട്ടോ. അപ്പം എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാം, ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാധാമണി തങ്കച്ചി പറയും, ഞാൻ പോയി ചായ ഇട്ടോളാം. ഗൗരി എന്തായാലും ഏട്ടൻ വന്നതല്ലേ, ഏട്ടനോട് സംസാരിക്കാൻ പറയും. അതൊക്കെ കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ വേണി പറയും, വേണ്ട, ഞാൻ അവിടെ വീട്ടിൽ ചായയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അമ്മയ്ക്ക് ഇന്ന് ഞാൻ എല്ലാവർക്കും ചായ ഇട്ടാരാന്ന് പറഞ്ഞ് വേണി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക. വേണി അടുക്കളയിൽ ചെന്നതും വേണിക്ക് ഇത് കണ്ടു കഴിഞ്ഞതും കാര്യം മനസ്സിലായി. ഈ ഗൗരിയെ കൊല്ലാനായിട്ട് വെച്ച കെണിയാണ് എന്ന് മനസ്സിലായി. എന്തായാലും വേണി അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. എനിക്കാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് വേണി ഇങ്ങോട്ടേക്ക് ചാരങ്ങാട്ടേക്ക് വന്നത് തന്നെ ഗൗരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗൗരിയെ രക്ഷപ്പെടുത്താനും ഗൗരി തെറ്റൊന്നും ചെയ്തിട്ടില്ല, ധ്രുവൻ ഗൗരി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേണി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതൊക്കെ. എന്തായാലും വേണി ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേണി അവിടെ നിൽക്കുകയും
ഗൗരിയെയും കൊണ്ട് ഇവർ പോകാമെന്നിങ്ങനെ പറയുകയാണ്. ആദർശന് ഗൗരിയെയും കൊണ്ട് ഞാൻ ഗൗരി അങ്ങോട്ടേക്ക് കൊണ്ടാകാമെന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കൊണ്ടാകാനായിട്ടുള്ള പരിപാടിയിലാണ്. പക്ഷേ ചാരങ്ങാട്ട് മഹാദേവൻ ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ. വേണിമോള് പൊക്കോ, വേണിമോളുടെ വീട് അതാണ്, ഗൗരി മോളുടെ വീട് ഇതും, ഗൗരി ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. എന്തായാലും പിന്നെയും ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗരിയെ പൂട്ടിയിടുകയാണ്. അവസാനം കമല രാത്രി വന്ന് ഗൗരിയെ പൂട്ടിയിട്ട കതക് തുറന്നു കൊടുക്കുകയും ഗൗരിയെ ഇറങ്ങിപ്പോവുകയും ചെയ്യാണ്. ഗൗരിയുടെ ശങ്കറിൻ്റെ കൂട്ടുകാർ വന്നായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവസാനം ഗൗരിയും ഈ അജിത്തും ജോജുവും കൂടിയിട്ട് ശങ്കറിനെ തേടി ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ശങ്കർ ആ ഒരു മലയുടെ പൊക്കത്ത് കയറിയിട്ട് അവിടെ നിന്ന് മരിക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. താൻ മരിക്കണം, ഗൗരി തന്നെ ചതിച്ചു, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ചതിച്ചു എന്നൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ശങ്കർ. എന്തായാലും അന്വേഷിച്ച് ഇവർ കുറേ അലയുന്നുണ്ട്. നമ്മുടെ ശങ്കറിനെ അന്വേഷിച്ച് ഗൗരിയും അജിത്തും ജോജും ഒക്കെ അവസാനം ശങ്കറിനെ കണ്ടെത്തുന്നുണ്ട്. ഇവർ ശങ്കറിനെ കണ്ടെത്തി ശങ്കറിൻ്റെ പുറകെ ഓടുകയാണ് ഇവർ. ഗൗരി ശങ്കറിൻ്റെ പുറകെ ഓടുക. പക്ഷേ ശങ്കർന്ന് വിളിച്ചിട്ടൊന്നും ഈ ശങ്കര നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവസാനം ഗൗരി എന്ത് ചെയ്തു, ഒരു കാട്ടിക്കൂടെയാണ് ഇവർ കയറി ഓടുന്നത്. ശങ്കർ ഒരു എന്തുവാ ഒരു സ്വപ്നലോകത്തിലെന്ന പോലെ ശങ്കർ നടന്നങ്ങ് പോവുക. അതുകൊണ്ട് ഗൗരി വിളിക്കുന്നതൊക്കെ ശങ്കർ കേൾക്കുന്നുണ്ട്, പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഗൗരി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗൗരിനെ ഒരു പാമ്പ് കൊത്താണ് കേട്ടോ. ഗൗരി ഒരു പാമ്പ് കൊത്തി, ഗൗരി അവിടെ വീണു. കൂട്ടുകാരന്മാർ കണ്ടു ഗൗരിയെ പാമ്പ് കൊത്തി, ഏട്ടത്തീന്ന് പറഞ്ഞ് അവർ ഓടി വരികയും ശങ്കർ ഇവളുടെ അരികിലേക്ക് വരികയും ചെയ്തു. ആ സമയത്തും നമ്മുടെ ഗൗരി ആകെ അവശതയായി, പാമ്പ് കടിയേറ്റല്ലോ, അവശതയായി കിടക്കുകയാണ്. ആ സമയത്ത് ശങ്കർ ഓടി വന്നു. എന്നിട്ട് ഇവൻ്റെ കയ്യിലോ ഇവൻ്റെ മുണ്ടോ കണ്ട് വലിച്ചു കയറി ഇവളുടെ കാലിന് മേലെ കെട്ടിയിട്ട് വാ കൊണ്ട് പാമ്പ് കടിച്ചെടുത്ത് നിന്ന് രക്തം വലിച്ചെടുത്ത് കളയുകയാണ്. അങ്ങനെ ശങ്കർ ആ വിഷം വലിച്ചെടുത്ത് അവസാനം ശങ്കർ വിഷം തീണ്ടി ഇതുപോലെയായി. ശങ്കർ അവിടെ ബോധരഹിതനായി വീഴും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ നമ്മുടെ ഗൗരിയും കൂട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് ശങ്കറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോഴേക്കും കൂട്ടുകാരൻ ഇങ്ങനെ വിളിച്ച് ചാരങ്ങാട്ട് അറിയിച്ച് അവരെല്ലാവരും കൂടെ വന്നിട്ട് ഗൗരിയെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ ഗൗരി നടന്ന കാര്യം പറയും, എന്നെ രക്ഷിക്കാനാണെന്ന് ഗൗരി തുറന്നു പറയും. നീ എൻ്റെ കൊച്ചിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനം ശങ്കർ അത്യാസന്ന നിലയിലാകുകയും അതിനുശേഷം ശങ്കർ ഡോക്ടർ വന്ന് ശങ്കറിനെ പരിശോധിച്ച് കുറേ നേരത്തെ ഒബ്സർവേഷന് ശേഷം ശങ്കർ ആ ഒരു പൂർവ്വസ്ഥിതി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അപകടനില തരണം ചെയ്തു, അത്രമാത്രം. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവൻ പതുക്കെ ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കയറി ചെന്ന് കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി ഇവൻ്റെ തൊട്ടരികിൽ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, അതിന് തൊട്ടും വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ അപകട നില തരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശങ്കറിൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റ്സ് നിലച്ചു പോവുകയും ശങ്കർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഗൗരി പോയി കിടന്ന് ശങ്കറിൻ്റെ നെഞ്ചത്ത് കിടന്ന് ആർത്തലച്ച് കരയുകയാണ്. ശങ്കർ എന്ന് പറഞ്ഞിട്ട് അമർത്തി കരഞ്ഞിട്ടാന്ന് തോന്നുന്നു ശങ്കറിൻ്റെ ഹൃദയം വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിറാക്കിൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അപകടനില തരണം ചെയ്തു എന്ന് പറയണത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവന് ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് പൊക്കോ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രാധാമണി തങ്കച്ചി മാത്രം നിന്നാൽ മതി, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗൗരി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ശങ്കറിനെ നോക്കിക്കോളാം എന്നിങ്ങനെ, ഞാൻ ശങ്കറിൻ്റെ കൂടെ ഇപ്പം നിന്നോളാം, ഞാൻ പോകുന്നില്ല, ഞാൻ ശങ്കറിനെ പരിചരിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും, അത് ശങ്കറിൻ്റെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും അങ്ങനെ ഗൗരി തിരിഞ്ഞ് നടക്കാൻ നോക്കുമ്പോൾ ഗൗരിയുടെ കയ്യിലേക്ക് ശങ്കർ കയറി പിടിക്കുകയാണ്. അതായത് ഗൗരി ഒന്നും പറഞ്ഞില്ല, ഗൗരിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. ഇത് കണ്ടപ്പോഴേക്കും വീട്ടുകാർക്ക് മനസ്സിലായി ഗൗരി നിന്നാൽ മതിയെന്ന്. ബാക്കി എല്ലാവരും പോയി, ഗൗരി മാത്രം അവിടെ നിന്നു. അങ്ങനെ ഗൗരി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനും ഒക്കെയാണ്. ശങ്കർ പക്ഷേ ആ പഴയൊരു ശങ്കറായിട്ട് മാറുന്നില്ല. ഇവളോട് എപ്പോഴും കളിച്ചിരികളുമായിട്ട് നടക്കുന്ന, ഇവളോടല്ലെങ്കിൽ എപ്പോഴും വർത്തമാനം പറയുന്നൊരു ശങ്കറല്ല. ഇവൾ അങ്ങോട്ടേക്ക് അടുക്കും തോറും അകന്നകന്ന് പോകുന്നൊരു ശങ്കർ തന്നെയാണ്. അവളോട് നിൽക്കാനൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഫുഡ് വാരി കൊടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. അവളോട് ഒന്ന് ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ട് അത് പിന്നെയും മാറ്റിക്കൊണ്ടു പോകുന്നൊരു ശങ്കർ, കൈ മാറ്റിക്കൊണ്ടു പോകുന്നൊരു ശങ്കർ. അങ്ങനെയാണ് ശങ്കർ ഇപ്പോൾ അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ശങ്കർ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും ഇങ്ങനെ കുറേയധികം നിമിഷം ഇനി അവർ എങ്ങനെയാണ് ഇവരുടെ കൂട്ടാകുന്നതെന്നുമാണ് ഞാൻ പറയുന്നത്. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ കൂടുതലും ഇവനോട് സംസാരിക്കാൻ ചെല്ലുന്നു, ഇവൻ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം
തൻ്റെ പ്രണയം താൻ ഒരുപാട് സ്നേഹിക്കുന്നു ശങ്കറിനെ എന്ന് തനിക്ക് ഇന്ന് തുറന്ന് പറയണമെന്നൊക്കെ ഗൗരി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ശങ്കറിൻ്റെ മനസ്സിൽ ധ്രുവൻ്റെ ആ ഒരു ചിന്തകളും ഒക്കെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ശങ്കർ അകന്നകന്നിങ്ങനെ നിൽക്കുന്നത്. ഒരിക്കൽ ശങ്കർ പറയുകയും ചെയ്തിരുന്നു, ഇനി നീ എന്നെ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിച്ചാൽ പോലും നിനക്ക് എന്നെ കിട്ടില്ല എന്നൊക്കെ ശങ്കർ പറഞ്ഞില്ല. ആ ഒരവസ്ഥയിലാണ് ശങ്കർ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ശങ്കർ പുറത്തിങ്ങനെ മഴയും നനഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഗൗരിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് മഴ നനഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശങ്കർ തിരിച്ച് ആ മഴയത്ത് വീട്ടിൽ വരിക, തിരിച്ച് ആ നനഞ്ഞ വേഷത്തോടെ വീട്ടിൽ വരികയാണ്. അപ്പോൾ ഗൗരിയെ തൻ്റെ പ്രണയം തുറന്ന് പറയാനായിട്ട് ഒരുങ്ങി കെട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവ വന്നു കഴിയുമ്പോഴത്തേനും ഇവൻ്റെ മേലൊക്കെ ഇങ്ങനെ ഷർട്ട് ഊരിയിട്ട് ഇവള് തന്നെ മേലൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് ഊരി കഴിഞ്ഞിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഇവനും ഒരാശ്വാസത്തോടെ അവളെ ഇങ്ങനെ തൊടാൻ വന്നതിന് ശേഷം പെട്ടെന്ന് കൈ തട്ടി മാറ്റി അവളെ തട്ടി മാറ്റിയിട്ട്, ഞാൻ നിൻ്റെ ശരീരമൊന്നും അല്ല ആഗ്രഹിച്ചത്, ഞാൻ ആഗ്രഹിച്ചത് നിൻ്റെ സ്നേഹമാണ്, നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴേക്കും അവളും അവളുടെയും സകല ക്ഷമയും കെട്ട ഒരവസ്ഥയിൽ, ഞാനും മടുത്തു, എനിക്കും മതിയായി ഈ വീട്ടിലെ ജീവിതം, എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിന്നത് ഞാൻ ശങ്കറിന് വേണ്ടിയിട്ടാണ്, ശങ്കറിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശങ്കറിനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ശങ്കറിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? പക്ഷേ എനിക്ക് മനസ്സിലായി ശങ്കറിനോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും ശങ്കർ വിശ്വസിക്കാതിരിക്കില്ലായിരുന്നല്ലോ. ശങ്കർ ഓർത്ത് നോക്ക്, വിവാഹത്തിന് ശേഷമാണ് ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടൊരു ദിവസം കൂടെ താമസിപ്പിച്ചിരുന്നതെങ്കിൽ ശങ്കർ എന്നെ ഉപേക്ഷിക്കുമായിരുന്നോ? ഇതൊക്കെ ഒരു വിശ്വാസമാണ് ശങ്കറിന് എന്നോടതില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്നതിൽ അർത്ഥമില്ല, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ഗൗരി പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങും. അപ്പോഴേക്ക് ശങ്കർ കൈ കയറി പിടിച്ചു. എന്നിട്ട് മുറിയിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ശങ്കർ പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും സെറ്റായിട്ടോ. രണ്ടുപേരും കൂട്ടായി. നല്ല ആ ഒരു രണ്ടുപേരും ഭാര്യ ഭർത്താവ് ആകാമെന്ന ഒരു ഇതിൽ രണ്ടുപേരും പരസ്പരം ഇഷ്ടമൊക്കെ പറഞ്ഞ് ഐ ലവ് യു ഒക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ മുന്നോട്ടും ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് അവർ ഒന്നാകുന്നത്. അതിന് ശേഷമുണ്ട് ഒരുപാട് കഥകളൊക്കെ നമുക്ക് കാണാം, കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സി യു. താങ്ക് യു.